നമുക്ക് മറ്റുള്ളവരാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് ഒത്തിരി പ്രാവശ്യം, ഒത്തിരി പേരൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമം ആയിരുന്നു. ആരോ എന്നോട് പറയുന്നതുകൊണ്ട് പോലെ തോന്നി. അങ്ങനെ വെച്ച് ഞാൻ ദൈവം നാമം മഹത്വപ്പെടുത്തണം, എനിക്ക് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയണം. ഇത്രയും വയസ്സിൽ ഒരാൾക്ക് നമുക്ക് മറ്റുള്ളവരുടെ അനുഭവം പറയുന്നതല്ലല്ലോ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകും, അത് പറയുന്നത് ഏറ്റവും വലിയത്. എൻ്റെ പേര് ഷെറിൻ മാത്യു. ഇത് എൻ്റെ ഹസ്ബൻഡ് ജിജി ജോസഫ്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് ആൻഡ്രൻ മാരിയോ ജിജി. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിന് സ്ഥിരം സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റിയ ഞങ്ങളുടെ നല്ല ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ ഇവിടെ ഒരുപാട് നാളായി കൃപാസനത്തിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എങ്കിലും വരാനായിട്ട് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. 6/8/2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, അതായത് 2020 ജനുവരി 20 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്തിയില്ല, കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി. കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിച്ചു. പക്ഷേ 2ാമത്തെ മാസം ആ കുഞ്ഞ് അബോർഷനായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പം അടുത്ത കുഞ്ഞും ഇതുപോലെ ഉണ്ടായി. പക്ഷേ 2ാമത്തെ മാസം ആയപ്പോഴത്തേന് 2ാമത്തെ മാസം കഴിഞ്ഞു, ആ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞ് അതും അബോർഷനായി. അപ്പം ഞങ്ങൾ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ലേറ്റ് മാരേജ് ആയിരുന്നു. എനിക്കാണെങ്കിൽ 43 വയസ്സും ഉണ്ടായിരുന്നു. അപ്പം ഒരു പക്ഷേ വയസ്സ് കൂടിയതുകൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അല്ലേ, കാരണം എന്താ വെച്ചാൽ മറ്റ് ഒന്നും നോക്കിയിട്ടൊന്നും വേറെ കാരണങ്ങളൊന്നും എനിക്ക് ഒത്തിരിയേറെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഒരു പക്ഷേ ചിലപ്പം ലേറ്റായിട്ടുണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിൻ്റെ ആയിരിക്കും, വയസ്സിൻ്റെ ആയിരിക്കും. അപ്പം നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്, അതായത് എൻ്റെ കല്യാണം നടന്ന ആ സമയത്ത് തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അപ്പം ഈ 2 വർഷം കഴിഞ്ഞ് ഇത് രണ്ടും സംഭവിച്ചത് ചിലപ്പം ഒരു പക്ഷേ മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടലായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇനി ഒരു ചികിത്സ ചെയ്തിട്ടൊരു കുഞ്ഞിനെ വേണ്ട, ഇവിടെ വന്ന് ഉടമ്പടി എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വരാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ആദ്യം നിയോഗം വെച്ചത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകം കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമുക്കില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട് ഭയങ്കര ഒരു വിഷമം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് ഒത്തിരി പ്രാവശ്യം, ഒത്തിരി പേരൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമം ആയിരുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം എപ്പോഴും ഉണ്ട്. അത് ഈശോയോടും മാതാവിനോടും എപ്പോഴും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിവിടെ നിന്ന് ശരിക്കും മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് മറ്റ് ചെറിയ ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പോയപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാലിച്ചു. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, പിന്നെ ഉടമ്പടി ലൈവ് ധ്യാനങ്ങൾ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉടമ്പടിയിൽ 2ാമത്തെ പുതുക്കലിന് മറ്റേ ചെറിയ ദൈവാനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് എൻ്റെ മാതാവിൻ്റെ കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഓർത്തൊന്ന ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് നമുക്ക് 2ാമത് ഉടമ്പടി പുതുക്കുന്നതിന് പകരം ഉടമ്പടി ഇവിടെ വന്നിട്ട് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടെ വന്നതിനാൽ അവർക്ക് പുതുക്കേണ്ടത് കൊണ്ട് അവരെ ഇന്ന് സഹായിക്കാമെന്ന് കരുതി പുതുക്കേണ്ടി വന്നുകൊണ്ട് ഞാൻ പിന്നെ പുതുക്കി തിരിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന്
മൂന്നാമത്തെ ആ പുതുക്കലിന് നമുക്ക് എപ്പോഴും അച്ഛൻ പറയും ഇങ്ങനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദമ്പതിമാർക്ക് വേണ്ടി പ്രത്യേകം, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ പെട്ടെന്ന് വയറ്റിൽ കുരിശ് വരച്ച് പ്രതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്കും കിട്ടണം, അതുപോലെ തന്നെ ഗർഭിണി അതെ മക്കളില്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വരും. ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ആരെ എനിക്കറിയാവുന്നവർ എത്ര പേരുണ്ടോ അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ മക്കൾ ഉണ്ടാക്കാഞ്ഞിട്ട് വേദനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത് പുതുക്കേണ്ട സമയം, അതായത് രണ്ടാമത് വന്നതെന്ന് പറഞ്ഞാൽ 7/11/2025 ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് മൂന്നാമത് പുതുക്കാനായിട്ട് സമയം വന്നു. അതായത് ഫെബ്രുവരി മാസം വന്നപ്പോഴത്തേന് എനിക്ക് ആ മാസം പീരീഡ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ 3 പുതുക്കൽ ആവാറായല്ലോ, ഇപ്പം 2 പുതുക്കൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്കൽ വന്നു. അപ്പോഴത്തെ ഇതിട്ട് എന്താണ് ഇതുവരെ ആയില്ലല്ലോ, കുട്ടികളൊന്നും ആയില്ലല്ലോ, എന്ത് പറ്റി എന്ത് ഒരു ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാൻ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ആ ഒരു സമയം വരുമ്പോൾ ഞാൻ മാതാവേ ഈ മാസം വേണ്ട, അടുത്ത മാസം മതി അങ്ങനെ പറഞ്ഞ്, എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പെട്ടെന്ന് അടുത്ത മാസം മതി മാതാവ് തരുമെന്ന് അതായത് കൂടുതൽ വിശ്വാസം വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു പണി കാണിച്ചു. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ആണ് ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നതും, നീ ഒരു കാര്യം ചെയ്താൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അതോ നിനക്ക് ആഗ്രഹമില്ലേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്കൊരു മനസ്സിലൊരു വിഷമം വന്നതെന്നാന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ തള്ളി വിടുമ്പോഴത്തേനും ദൈവാനുഗ്രഹം നമ്മൾക്ക് വരാനായിട്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എന്തിനാ അതിനെ തള്ളിക്കളയുന്നത്? അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിനോട് പോയി പ്രാർത്ഥിച്ചു, മാതാവേ എന്നോട് ക്ഷമിക്കണം, മാതാവിനെ ഈശോയ്ക്കും ഏത് നിമിഷമാണോ എനിക്ക് കുഞ്ഞിനെ, ഞാൻ കാരണം ഒത്തിരി പ്രാർത്ഥിച്ചതാണ് കുഞ്ഞിനെ വേണമെന്ന്, അപ്പം നിങ്ങൾക്ക് അത് തന്നെയല്ല എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും മാതാവ് ഈശോയും വഴി മാത്രം മതി എന്ന് ഒരു വിചാരിച്ചിരുന്ന വ്യക്തിയും അതുപോലെ പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. പെട്ടെന്ന് ഇങ്ങനെ കരുതിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയിട്ട് ഞാൻ പ്രത്യേകം തെറ്റ് പറഞ്ഞ് ക്ഷമിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ, ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ഇതേണ്ട പ്രഗ്നൻ്റായി. അപ്പോൾ പെട്ടെന്നൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ 2 പ്രാവശ്യം അവർഷനായി പെട്ടെന്ന് ഇവിടെ പോയപ്പോഴത്തേന് ഇതായി. എങ്കിലും അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസം, എന്നെക്കാൾ കൂടുതൽ ഹസ്ബൻഡിനായിരുന്നു വിശ്വാസം. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തുടർ ചികിത്സയ്ക്കായിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞവർ 2 മാസം കഴിയുമ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് സ്കാനിങ് വന്നപ്പോൾ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ മുൻപുള്ള അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ സന്തോഷിക്കും, അത് കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ആ സമയം വരുമ്പോൾ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞായിരുന്നു ഇത് മിസ്കാരേജ് ആയി പോകുന്നത്. അപ്പോൾ അത് വരുമോ എന്തോ ഒരു ടെൻഷനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ശരിക്കും ഈ കിട്ടിയ തൈലം ഉപയോഗിച്ച് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ കുർബാനയിൽ ശരിക്കും അങ്ങ് സമർപ്പിച്ചു. മാതാവിനോട് എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിനോട് ഒറ്റ കാര്യം പറഞ്ഞു, അമ്മയുടെ പ്രതിഷ്ഠാനത്തിന് സ്ഥിരം സാക്ഷിയാക്കി. അച്ഛൻ പറഞ്ഞില്ലേ, ഇവിടെ ഉടമ്പടി കത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അതെപ്പോഴും എന്നെ ഇങ്ങനെ ആരോ എന്നോട് പറയുന്നതുകൊണ്ട് പോലെ തോന്നി. അങ്ങനെ വെച്ച് ഞാൻ ദൈവം നാമം മഹത്വപ്പെടുത്തണം, എനിക്ക് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയണം എനിക്ക് കുഞ്ഞുണ്ടായി. കാരണം ഇത്രയും വയസ്സിൽ ഒരാൾക്ക് നമുക്ക് മറ്റുള്ളവരുടെ അനുഭവം പറയുന്നതല്ലല്ലോ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരനുഭവം ഉണ്ട്, അത് പറയുന്നത് ഏറ്റവും വലിയത്. അപ്പോൾ എനിക്കിത് ലോകം മുഴുവൻ വിളിച്ച് പറയണം, എനിക്കൊന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പം അത് സമയത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതുപോലെ പിന്നെ ഓരോ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും അതിനു മുമ്പ് എല്ലാ ദിവസവും കുരിശ് വരച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന എല്ലാം ചൊല്ലും. ഉടമ്പടിയിലെ ധ്യാനങ്ങൾ അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾ വിചാരിക്കാത്തത്ര വലിയ അനുഗ്രഹങ്ങളാണ് ആ സമയത്ത് ഉടമ്പടിയിലെ ആ ആരാധന മധ്യേ ഉണ്ടാകുന്ന ആ ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അനുഗ്രഹമാണ്. ആ സമയത്തൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് എന്നെ സമർപ്പിച്ചു, എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചപ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഓരോ മാസവും ചെല്ലുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, നല്ല റിസൾട്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കും 16 വയസ്സുകാരികൾ പ്രവർത്തിക്കുന്ന പോലെ എനിക്കും കുഞ്ഞുണ്ടാകണം. കാരണം അവർക്കൊക്കെ ഇന്ന് വലിയ പ്രസവത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. അത് തന്നെയല്ല, എനിക്ക് പണ്ട് അമ്മച്ചിമാർ എന്തോരെ നമ്മുടെ ഒക്കെ അമ്മമാർ ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായത്. അപ്പം എനിക്കും അങ്ങനെ തന്നെ ജോലി ചെയ്യുന്ന ഇതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരണം. അതെൻ്റെ ജോലി കൂടുതൽ കൊണ്ട് ഒരു പ്രശ്നവും വരരുത്. അപ്പം അങ്ങനെ എനിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വന്നതാണ്. എൻ്റെ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യവാനായിട്ടൊരു ഉണ്ണീശോയെ പോലെ, ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ എനിക്കും തന്ന് അനുഗ്രഹിക്കണേ മാതാവേ. മാതാവേ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയ്ക്ക് പോലെ ആയിരിക്കണേ. അതുപോലെ തന്നെ എനിക്ക് ഈ പള്ളിയിൽ ചെല്ലുമ്പം അൾത്താര ബാലന്മാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷം. എനിക്കും അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ദൈവത്തിന് ചെറുതിലെ ഞാൻ
എനിക്ക് കുഞ്ഞിനെ ഓരോ കാര്യങ്ങൾ കളിയാക്കാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ എനിക്ക് പങ്കാളിയാകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിലും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോ മാസവും ചെല്ലുമ്പം നല്ല നല്ല റിസൾട്ട്, അതായത് മാസത്തിനൊത്ത് കുഞ്ഞിന് വളർച്ചയുണ്ട്. ഡോക്ടറിനാണേലും എന്നോട് പറഞ്ഞു വളരെ സന്തോഷമാണ് ഡോക്ടറിന്. കാരണം ഈ ഒരു ഏജിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവരുടെ പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് എല്ലാം അങ്ങനെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് ഓരോ രീതിയിലും ഓരോ വളർച്ച കൂടുതൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് കൃപാസന മാതാവിൻ്റെ കുഞ്ഞാണ്, അപ്പം അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലെ എല്ലാ കാര്യത്തിനും എല്ലാമായിട്ട് ഇവർക്ക് എനിക്ക് ഇവിടെ വരുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുന്നത് ഇത് ദൈവം തന്ന കുഞ്ഞാണ്, ഇത് മാതാവ് തന്ന കുഞ്ഞാണ്